പാകിസ്ഥാനും ഇറാനും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്നു. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചു. മരിച്ചവരിൽ 4 കുട്ടികളും 3 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. ഇറാൻ അതിർത്തിയിൽ 7 ആക്രമണം നടത്തിയതായി പാകിസ്ഥാനും വ്യക്തമാക്കി. ആന്റണി ജിസ് ജോർജ് ഉണ്ട് വിശദാംശങ്ങളുമായി. ആന്റണി, പാക് അതിർത്തിയിൽ നിന്ന് ഇറാനിലേക്കുള്ള റോക്കറ്റ് ആക്രമണം തുടരുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തൊക്കെയാണ് നിലവിലെ ഒരു സാഹചര്യം? ഭദ്ര, കഴിഞ്ഞ ദിവസമാണ് ഈ സംഘർഷങ്ങളുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ആണ് ആദ്യം ഇറാന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുന്നത്. അത് തീവ്രവാദ സംഘടനയായ ജെയ്ഷെ അൽ അതിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ കനത്ത പ്രതിഷേധവുമൊക്കെ ആയി രംഗത്ത് വരികയും ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കുകയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഇറാനിലെ നയതന്ത്ര പ്രതിനിധിയെ തിരിച്ചു വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഈ ഇറാനെതിരെയുള്ള ആക്രമണങ്ങളും തുടങ്ങിയത്. ഏതായാലും ഇന്നിപ്പോൾ തെക്ക് കിഴക്കൻ ബലൂചിസ്ഥാൻ മേഖലയിൽ, ഇറാന്റെ തെക്ക് കിഴക്കൻ മേഖലയിലാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ 9 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടതായ വിവരങ്ങളാണ് വരുന്നത്. ഈ വ്യോമാക്രമണമാണ് നടത്തിയത്. അങ്ങനെ 9 പേർ മരിച്ചതായുള്ള വിവരങ്ങൾ പുറത്ത് വരുന്നുണ്ട്. അവർ പറയുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് എന്നീ ഭീകര സംഘടനകൾ അവരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ചൊവ്വാഴ്ച ഈ ഇറാൻ ആക്രമണം നടത്തി 48 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ തിരിച്ച് അടിച്ചിട്ടുള്ളത്. ഏതായാലും 9 പേർ മരിച്ചതായുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ അടക്കം ആശങ്ക രേഖപ്പെടുത്തി വന്നിട്ടുണ്ട്. ഈ തീവ്രവാദത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. പക്ഷേ ഈ നിലവിലത്തെ ആക്രമണങ്ങൾ ഈ തുടരുന്ന സാഹചര്യം അത് മേഖലയിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്ന നിലയിലേക്ക് പോകും. ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള സംഘടനകളും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അയവ് ഇല്ലാതെ തുടരുകയാണ്. ഭദ്ര. തീർച്ചയായും ആന്റണി, നമുക്കറിയാം പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇസ്രായേലും അതുപോലെ ഗസയും ഒക്കെ തമ്മിൽ ഇപ്പോൾ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള സംഘർഷവും രൂക്ഷമാകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാനാവുക? ഒരു പക്ഷേ ഇനി ഇതൊരു യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ടോ? ചോദിക്കാൻ പാടില്ലാത്തതാണ്. എന്നിരുന്നാലും ഭദ്ര, നിലവിൽ ഈ മേഖലയിൽ ഈ ജെയ്ഷെ അൽ അതിൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട ഇറാൻ നേരത്തെ തന്നെ ആ സംഘടനയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലയിലടക്കം ഈ ഇറാനിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങളുടെ പിന്നിൽ ഈ ജെയ്ഷെ അൽ അതിനാണ് എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് അവിടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഇറാന്റെ പോലീസ് സംഘത്തിന് നേരെയൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തിരിച്ചടി എന്ന നിലയിലാണ് ഇറാൻ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അതിർത്തിയിൽ കയറി വ്യോമാക്രമണം നടത്തിയത്. അല്ലാതെന്റെ ക്യാമ്പ് തകർക്കുകയും ഒക്കെ ചെയ്തത്. അത് പക്ഷേ ഒരു നയതന്ത്ര പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇന്നലെ പാകിസ്ഥാൻ ഉന്നയിച്ചത്. ഈ ഇറാന്റെ ഈ നടപടി എന്ന് പറയുന്നത് അത് പാകിസ്ഥാന്റെ പരമാധികാരത്തിന് മുകളിൽ കടന്നു കയറിയുള്ള ഒരു നടപടിയാണ്. ഈ തീവ്രവാദ സംഘടനയെ ലക്ഷ്യമിടുമ്പോൾ പോലും അത് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കടന്നുള്ള ഒരു ആക്രമണമാണ്. സ്വാഭാവികമായത് പാകിസ്ഥാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും പാകിസ്ഥാൻ ഉയർത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അവർ അത്തരത്തിലുള്ള പ്രതിഷേധവും അറിയിച്ചത്. നയതന്ത്ര പ്രതിനിധിയെ തിരിച്ചു വിളിച്ചു. മാത്രമല്ല ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. മാത്രമല്ല അതിനു പുറമെ നിലവിൽ പാകിസ്ഥാനിലെ സ്ഥാനപതി ഇറാൻ സന്ദർശനത്തിലാണ്. സ്ഥാനപതിയോട് തിരികെ പാകിസ്ഥാനിലേക്ക് വരേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശവും കൂടി പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെ ഇറാന്റെ അതിർത്തിയിലുള്ള ഈ തെക്ക് കിഴക്കൻ അതിർത്തിയിലുള്ള ചില തീവ്രവാദ സംഘടനകളുടെ കേന്ദ്രങ്ങളിലേക്ക് അവർ പറയുന്നത് പ്രകാരം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് എന്നീ സംഘടനകളുടെ ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. ആന്റണി, ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. നിലവിൽ 9 പേർ, കുട്ടികളടക്കം 9 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ആന്റണി ജിസ് ജോർജ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയത്.